ഇന്ന് ഞങ്ങൾക്കൊരു ഡേ ഓഫ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓർത്തൊരു ചെറിയൊരു ഔട്ടിങ്ങിന് പോകാമെന്ന്. അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്ന സ്ഥലം ബാസിംഗ് സ്റ്റോക്ക് ആട്ടോ. അപ്പോൾ ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ഒരു സിനിമ കാണാനാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അത്യാവശ്യം നമുക്ക് നല്ല ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ഒരു 1.5 hours ഡ്രൈവ് ചെയ്തിട്ടാണ് ഞങ്ങളൊരു മൂവിക്ക് പോകുന്നത്. ഞങ്ങൾ സ്റ്റേ ചെയ്യണ ബോൺമോർത്തിലാട്ടോ. അവിടെ ഉണ്ടായിരുന്ന തിയേറ്റർ ക്ലോസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്കൊരു ലോങ് ജേർണി ട്രാവൽ ചെയ്തിട്ട് വേണം തിയേറ്ററിൽ എത്താനായിട്ട്. ഇപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് ഇതേ തിയേറ്റർ എത്തി. ഞങ്ങളിതേ പാർക്കൊക്കെ ചെയ്തിട്ട് ഞങ്ങളിത് തിയേറ്ററിലോട്ട് നടക്കുക കേട്ടോ. ഞങ്ങൾ അത്യാവശ്യം നല്ല സിനിമ ഭ്രാന്തന്മാരായതുകൊണ്ട് എത്ര ഡിസ്റ്റൻസ് ആണെങ്കിലും പോയി സിനിമ ആണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരുടെയും ടിക്കറ്റ് ഫ്രീ ആയിട്ടാട്ടോ എടുത്തിട്ട് പോകുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന കാർഡ് ലോയിഡ്സിൻ്റെ കാർഡാണ്. സോ അതിനകത്ത് ക്ലബ് ആട്ടോ. അതിലെനിക്ക് 1 yearൽ 6 ടിക്കറ്റ്സ് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. ഞങ്ങളിത് തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറി കേട്ടോ. തിയേറ്റർ ഇതേ ഫുൾ കാലിയാണ്. ഇത് ലാസ്റ്റ് ഒരു റോ മാത്രം ഫില്ലായിട്ടുള്ളൂ. ബാക്കി എല്ലാം കാലിയായിട്ടിരിക്കും കേട്ടോ. ഇതേ ഞങ്ങളിതേ സിനിമ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഞങ്ങൾ സിനിമ കണ്ടിട്ട് വരാട്ടോ. ഞങ്ങളത് കഴിഞ്ഞിട്ട് അവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ചെന്നൈ എക്സ്പ്രസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ്. ചിക്കൻ 65 ആട്ടോ. ഇത് കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ലായിരുന്നു. പിന്നെ ഡിസ്നി ഒരു ചെന്നൈ ബിരിയാണി കഴിച്ചു. ഞാനൊരു മസാല ദോശയും കഴിച്ചു കേട്ടോ. അത്യാവശ്യം നല്ലായിരുന്നു. നല്ലൊരു ഡേ ഓഫ് ആയിരുന്നു. സുമതി വളവ് എനിക്കൊരു ആവറേജ് ആയിട്ട് തോന്നി. പെർഫോമൻസ് വൈസ് നല്ല സ്റ്റോറിയൊക്കെ ആക്കി വരായിരുന്നു. പക്ഷെ അത് കൊണ്ടുപോയി മേക്കിങ്ങിനാണെങ്കിലും കൊണ്ടുപോയി കളഞ്ഞു. പിന്നെ ആവശ്യമില്ലാതെ കുറെ സോങ്സും ഒക്കെ കുത്തിക്കയറ്റി. പിന്നെ അവന് സപ്പോർട്ടിങ് ആക്ടേഴ്സ് ആണെങ്കിലും വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല. നായികയും കൊള്ളില്ലായിരുന്നു.